UDFന് വോട്ട് ചെയ്യണമെന്ന് മഠങ്ങളിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് വിളിച്ചു പറഞ്ഞു. സഭയിലെ ചില മെത്രാൻമാർ വൃത്തികെട്ട പണിയാണ് ചെയ്യുന്നതെന്ന് PC ജോർജ്. ബോധവും വിവരവുമില്ലാത്ത പണിയാണ് മെത്രാൻമാരുടേത്. വിദേശത്തു നിന്നും പണം മേടിക്കുന്നതിന്റെ കണക്ക് കാണിക്കുന്നതിന് എന്താണ് കുഴപ്പം? അമിത് ഷാ ഇടപെട്ട് മെത്രാൻമാരോട് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും മെത്രാൻമാർ UDFന് വേണ്ടി കുരയ്ക്കുകയാണെന്നും രാഷ്ട്രീയം പറയുന്ന മെത്രാൻമാരെ രാഷ്ട്രീയക്കാരായി തന്നെ കാണും, അവരോട് യാതൊരു ബഹുമാനവും ഉണ്ടാകില്ല എന്നും PC പറഞ്ഞു. സഭയ്ക്ക് വേണ്ടെങ്കിൽ BJPക്ക് സഭയെ വേണ്ടെന്നാണ്. സഭയുടെ ഭാഗത്തു നിന്ന് വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തികളുണ്ടായോ? അതായത് ഷോൺ എൻ്റെ മകനാണ്, മനസ്സിലായില്ലേ? അവൻ സത്യം പറഞ്ഞ് പഠിക്കേണ്ടവനാണ്, സത്യം പറയും. സഭയില്ല, ഒന്നുമില്ല, ഏതാണോ സത്യം അത് പറയും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ഈ സഭ എന്താ ഇങ്ങനെ ആവുന്നത്? ഞാൻ ഷോൺ പറഞ്ഞതിന് കൂട്ടി പറയുക. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അവളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷേ അയാളെന്താ ഇത് മടങ്ങളിലെല്ലാം വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അത് പറയാൻ അയക്കെന്താ അവകാശം? ഈ സഭ എന്ന് പറഞ്ഞാൽ UDF ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 3 പേരാണ്. ഞാനും UDFും LDFും. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്കൂടെ എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. ഈ മെത്രാന്മാരപ്പം നിരന്തരം, അതായത് BJPക്ക് വോട്ട് ചെയ്യേണ്ട, ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ BJPക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള അതേ നിലപാടിൽ തന്നെ അവർ നിൽക്കുകയാണ് അല്ലേ? ബോധം വിവരം വേണ്ട ഇവനൊക്കെ. ഞാൻ പച്ചക്കങ്ങ് പറയാം. അതായത് നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുന്ന ഇവർക്ക് ഇത്ര വിഷമം. വിദേശത്ത് പണം മേടിക്കുന്നു. ആ പണം മേടിക്കുന്ന കണക്ക് കൊടുത്താലല്ല കുഴപ്പം. ഇതിലൊക്കെ രസമല്ല. എന്നിട്ടും കത്തോലിക്ക സഭയാണ് ക്രിസ്ത്യാനിയാണോ എന്ന് വെച്ചാൽ അമിത് ഷാ തന്നെ നേരിട്ടിടപെട്ട് കത്തോലിക്ക സഭയുടെ ഇതിനോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട, നിങ്ങളെ ഒരു ഉപദ്രവം ഉണ്ടാകില്ല, കണക്ക് തന്നാൽ മതി. ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാം. അതുപോലെ തന്നെ റിജു മന്ത്രി ഇതുകൊണ്ട് ക്രൈസ്തവ യോഗത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന്. എന്നിട്ട് ഇവന്മാർ പിന്നെ എന്തിനാണ് കിടന്ന് കുരയ്ക്കുന്നത്? ആ കുര UDFന് വേണ്ട. ഇവൻ്റെയൊക്കെ മനസ്സിലിരിക്കുന്ന നാറിയ രാഷ്ട്രീയമാണ്. അതാണ് പച്ചയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു. പാലാ പിതാവുണ്ടല്ലോ, ഓരോ മെത്രാന്മാരുടെ മനസ്സിൽ രാഷ്ട്രീയം ഓരോരുത്തന്മാർ പറയുക. പാലാ പിതാവുണ്ടല്ലോ, അങ്ങനെ ഇതുവരെ ഒരു രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നവന്മാർ ഉണ്ട്. അത് അവരെപ്പറ്റി അവരെ ആ രീതിയിൽ തന്നെ അതായി പറയാം. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. ഞങ്ങളും രാഷ്ട്രീയമായിട്ട് ഇടപെടും. അവരോട് ബഹുമാനമൊന്നും ഞങ്ങൾക്ക് കാണുകയില്ല. അത്രോ ദീപി ഒരു പത്രമാണ്. ആ പത്രം വായിക്കുന്നതുകൊണ്ട് വട്ട്. അതിപ്പോൾ ഞാനും എന്നും വായിക്കുന്നുണ്ട്. ചർമ്മം അറിയാൻ വേണ്ടി അത് പറ്റുള്ളൂ. ചർമ്മ വാർത്ത. ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചെയ്യട്ടെ, ഇവിടെ അത് നിങ്ങൾ പത്രം എടുത്തോ. 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് പുറക്കാത്തവന്മാരാണ് ആ ദീപി നടത്തുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഒരു ഇലക്ഷന് 3 മുന്നണി സ്ഥാനാർത്ഥി, 2 മുന്നണി സ്ഥാനാർത്ഥി പടവും ഏതാണ്. 3ാമത്തെ മുന്നണി സ്ഥാനാർത്ഥി കൊണ്ട് പറയാനുള്ള മര്യാദ കാണിക്കട്ടെ ഇവന്മാർ. തന്തയ്ക്ക് പറക്കാത്തവരും നിയമയെ പറ്റി, ദീപിയെ പറ്റി വൃത്തികെട്ടവന്മാർ. ആ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയുന്നു. ദൈവം അനുകരിച്ച് നിയമസഭയിലും ഈ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയും. സഭയുടെ ആശങ്കകളാണ് പലപ്പോഴും ദീപിക പത്രത്തിലൂടെ എഡിറ്റോറിയലായിട്ടൊക്കെ വരുന്നത്. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് ആശങ്ക എന്താ? ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന കേന്ദ്രത്തിൽ നിയമത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഇവന്മാരെല്ലാം കൂടെ പോയി സംസാരിച്ചല്ലോ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട്. അവിടെ ആശങ്കയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് വൃത്തിയോട് പറയുക. ഇലക്ഷൻ വരുന്ന രാഷ്ട്രീയം ഇന്നലെയാണോ ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിൽ വിളിച്ചത്? അതെ മിനിങ്ങാന്ന്. BJPക്കല്ല, UDFന് വോട്ട് ചെയ്യണമെന്ന് പച്ചയ്ക്ക് അങ്ങ് പറയല്ലേ. മോശമല്ല പറച്ചിലൊക്കെ. ഇനി എന്തായിരിക്കും സഭയോടുള്ളൊരു നിലപാട്? എന്തായിരിക്കും സഭയോട്? സഭ നമ്മുടേതാ. മെത്രാന്മാരാണോ സഭ? നിങ്ങൾ ആരും പറയും സഭ മെത്രാന്മാരാ സഭയെന്ന്? സഭയെ മെത്രാന്മാർ വീട്ടിനകത്ത് സഭയിലെ അതായത് ഇപ്പോൾ ഒരു പട്ടം കിട്ടിയാൽ അയാൾ ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട്. അച്ഛനാണ് ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ഇവന്മാർ പറഞ്ഞപ്പോഴും കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. സഭ ഞാൻ വിശ്വാസിയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന കണ്ട് കുംഭകരിക്കുക മാത്രമല്ല, കുർബാന കണ്ടത് മാത്രമല്ല, കുർബാന കൈക്കൊണ്ടവനായിരുന്നു. ആ ഞാനാ പറയുന്നത് ഈ മെത്രാൻ കഴിക്കുന്ന പൂക്കൃത്തരമാണെന്ന് മനസ്സിലായില്ലേ? പറയാതിരിക്കാൻ പറ്റുമോ? എനിക്കൊരു ചുക്കും പറ്റിയില്ല. അയാൾ പറഞ്ഞപ്പോൾ ഷെവലിയർ VC സെബാസ്റ്റ്യൻ അങ്ങേര് വിളിച്ച സിസ്റ്റേഴ്സ് പറഞ്ഞു, ആ മെത്രാൻ അങ്ങനെ ഉളത്തരം പറയും, നിങ്ങളത് കേൾക്കണ്ടെന്ന്.
അപ്പോൾ തീർന്നു പോയി. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് FCRAയുമായി ബന്ധപ്പെട്ട് വന്ന് ബിഷപ്പുമാർക്കെതിരെ താങ്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് തിരിഞ്ഞ് എഫക്റ്റ് ചെയ്തതാണോ ഈ തെരഞ്ഞെടുപ്പിൽ? രണ്ട് കുന്തം. ഈ ഒരു മണ്ട ചോദ്യം ചോദിക്കാടി ഒരു പത്രക്കാരൻ. ഞാൻ ജയിക്കുന്ന പിന്നെ എങ്ങനെ? ഞാൻ ജയിക്കും, സംശയമൊന്നും വേണ്ട. ഈ BJP പലയിടത്തും പണം കൊടുത്തു തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് പണമുള്ളവരല്ലേ കൊടുക്കുന്നത്, ഇല്ലാത്തവർ കൊടുക്കാൻ പറ്റുകയില്ല. ഈരാറ്റുപേട്ടൊന്നും പണം കൊടുത്തില്ല. ഈരാറ്റുപേട്ട ആരും പണം കൊടുക്കില്ല. ഈരാറ്റുപേട്ട പണം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, പണം കൊടുക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആരാ പേരെന്നെ എനിക്കറിയില്ല. അയാളെ അത് ഷാജിയോ? ഷാജി ആ വൃത്തികേടിന് പോകാൻ നമുക്ക് സാധ്യതയില്ലല്ലോ. പോടാന്ന് പറയാം, ചുമ്മാ കള്ളത്തരം. അല്ലാതെ ഈ ഛത്തീസ്ഗഡ് വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിനുശേഷം ഈ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ വലിയ ബന്ധമുണ്ടാക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്ന ഒരു കാഴ്ച, സഭയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടു. എന്താണ് ഈ തുടർന്ന് ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മതവിഭാഗങ്ങളെയും മാന്യമായി കൊണ്ടു നടക്കുന്നതാണ് BJPയുടെ ലക്ഷ്യം. എത്ര ശ്രമിച്ചാലും അത് BJPയെ കുറ്റപ്പെടുത്തുന്ന നിർബന്ധ ബുദ്ധിയുള്ളവരെ അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. മനസ്സിലായി? മെത്രാന്മാർ അങ്ങനെ കഴിച്ചാൽ ജനം കിട്ടണ്ടേ? എല്ലാ മെത്രാന്മാരും ഇല്ലല്ലോ, കുറച്ച് മെത്രാന്മാരിൽ ഈ പണി മുടങ്ങി. ശ്രമം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് സഭ BJPയുമായിട്ട് അടുക്കാത്തത്? സഭ BJPയുടെ അടുക്കണം നിർബന്ധമില്ലെന്ന്. സഭ അടുക്കേണ്ടപ്പോൾ ജനം അടുക്കണം, അല്ല സഭ അടുക്കണ്ട. സഭ വേറെ, ജനം ക്രിസ്ത്യാനി വോട്ട് കിട്ടാതെ ഞാനിങ്ങനെ ജയിക്കുന്നത് ഇവിടെ. ഇനി FCRA ബില്ല് വരികയാണ്, എന്തായാലും വരും എന്നുള്ള ഒരു കാര്യം സംശയം. ഇവരുടെ ആശങ്ക അതുപോലെ തന്നെ നിൽക്കുകയാണ്. ആശങ്കയും കൊണ്ട് അവർ വീട്ടിൽ പോയി ഇരുന്നുണ്ടാ മതി. ആശങ്കയായിട്ട് ബില്ല് വരും. സംശയം എന്താ? ഇവിടെ വിദേശത്ത് നിന്ന് വരുന്ന പണത്തിൻ്റെ കണക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇത്ര വിഷമം. അപ്പോൾ മോട്ടിക്കാവുന്നല്ലേ അതിനർത്ഥം? ഇതിന് ആശങ്ക സഭയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ സഭ തെറ്റ് ചെയ്യുന്നില്ലേ അർത്ഥം? എനിക്ക് അപമാനം തോന്നുക. കേന്ദ്രത്തിലെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിദേശത്തു നിന്ന് വരുന്ന പണം അതെന്തിനു വേണ്ടി ചെലവഴിക്കുന്നു അതിന് കണക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. കത്തോലിക്ക സഭ ആശങ്ക പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ച് മെത്രാന്മാരോട് സംസാരിച്ച് അവർ പറഞ്ഞു, നിങ്ങൾ കണക്കിൽ ചെന്ന് വെച്ചാൽ മതി, ഞങ്ങൾ അപ്രൂവ് ചെയ്തോളാം. അതിനെ കണക്ക് കൊടുക്കാൻ എത്ര മടി? എൻ്റെ പൊന്നുമാനെ, നിന്നെ പോലെ മടയാണല്ലോ നീ. ഒരു ഏത് പത്രമാണ്? അങ്ങനെ ഒരു ഊളത്രം പറയും. അതൊന്നും ഞാൻ എൻ്റെ അടുത്ത് വേണ്ട. അങ്ങനെ നീ കണക്കാക്കിക്കും, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രശ്നം തീർന്നല്ലോ. 4-ാം തീയതി കാണണം ആ മോന്ത, അത്ര ഉള്ളൂ. എവിടെ 20,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കും, സംശയമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മെത്രാന്മാർ ഇങ്ങനെ മൂളത്തരം കൊണ്ട് നടക്കാൻ പാടില്ല. അത് ശരിയല്ല, ആ നടപടി തെറ്റാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുന്ന അമിത്ഷാ പറഞ്ഞു, റിജ്ജു പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു. എന്നിട്ടും പോരെ പിന്നെ ആരാ? പിന്നെ മെത്രാന്മാരുടെ കാരണന്മാരൊന്നും പറയുന്നു. എനിക്ക് മനസ്സിലായില്ല. ബില്ല് വരും. സഭയ്ക്ക് വേണ്ടെങ്കിലും BJPക്കും വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുമോ? സഭയ്ക്ക് വേണ്ടെന്നോ? ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ട. സംശയം വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും.